എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉസ്മാദിനെയും കൂട്ടിയപ്പോൾ എനിക്ക് നിങ്ങൾ ഫസ്റ്റ് ബസ്സിലൊന്ന് കയറ്റി വിട്ടായിരുന്നു, വീട്ടിലൊന്ന് പോയി പോരണം. ഇത് എവിടുന്ന് പറഞ്ഞാൽ മക്കത്തു നിന്നാണ്, ഷാമിയ എന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോഴാണ്. ഇത് മനോനില തെറ്റുന്നു. ആദ്യമായി മക്കയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കഅബയും അവിടുത്തെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഏറ്റവും അവസാനമായ യാത്രയിൽ കണ്ട ഇതൊന്ന് താരതമ്യം ചെയ്താൽ, ബസ് അടക്കുമ്പോഴേക്ക് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് എത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് അത്രയും ഇബാദത്ത് ചെയ്യാനും അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ആത്മീയതയിലേക്ക് മടങ്ങാനൊക്കെ പറ്റുന്നു. ഇന്ന് അതൊന്നും പറ്റില്ല. ആ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിന് വന്നിരുന്നത് എബോവ് 60ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 93 മുതൽ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ചെറുപ്പക്കാരുടെ എണ്ണപ്പെട്ട ചെറുപ്പക്കാരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് സവിശേഷം പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം കേരളീയ പൊതുസമൂഹം അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ജാമിയ അൽ ഹിന്ദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരഥ്യം വഹിക്കുന്ന ലജ്നത്തുൽ ബഹൂസുൽ ഇസ്ലാമിയയുടെ സാരഥ്യത്തിലുള്ള ബഹുമാന്യനായ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഈ വർഷത്തെ സൗദി അറേബ്യയുടെ പ്രത്യേക ക്ഷണിതാവായി ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സവിശേഷം പരിപാടിയിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകൾ ചേരുന്നത്. ഉസ്താദ്, സ്വാഗതം. ഒരു വലിയ സന്തോഷ വാർത്തയാണ് യഥാർത്ഥത്തിൽ. സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അവർ എല്ലാ വർഷവും ഹജ്ജിന് ചില ആളുകൾക്ക് അവരുടെ അതിഥികളായി നൽകുന്ന ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷം കേട്ട സന്ദർഭത്തിലുള്ള മനസ്സിലുണ്ടായ ഒരു വികാരങ്ങൾ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാ, സന്തോഷിച്ചു, അള്ളാഹുവിന് ശുക്ർ ചെയ്തു. ഈ വിവരം നേരിട്ട് അറിയുന്നത് അടുത്ത ദിവസങ്ങളിലാണ്. പക്ഷേ അതിനു മുമ്പ് ചില ന്യൂസുകളിൽ കൂടി എനിക്ക് സാധ്യതയുണ്ട്, പേര് എംബസിയിലുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിരുന്നു. അതുപോലെ നമ്മുടെ സംഘടനാപരമായും പേര് കൊടുത്തിട്ടുണ്ട് എന്ന് സംഘടനാ നേതാക്കളൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഖൈറാണെങ്കിൽ അള്ളാഹുവെ തൗഫീഖ് നൽകണേ എന്നായിരുന്നു. അപ്പോൾ അത് ഖൈറായി വന്നു. അൽഹംദുലില്ലാ, തിരഞ്ഞെടുക്കപ്പെട്ട വിവരം ഔദ്യോഗികമായി കിട്ടി. അള്ളാഹുവിന് ശുക്ർ ചെയ്തു. ഒരു സുജൂദ് ചെയ്യല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഇങ്ങനെ ഒരു അതിഥിയായി തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കണം? സാഹചര്യം എന്ന് പറഞ്ഞാൽ ജാമിയ അൽ ഹിന്ദുമായി നമ്മുടെ സഫാറത്തുൽ ഹർമൈൻ ഡൽഹിയിലെ എംബസി കുറേ കാലങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. 2 പ്രാവശ്യം അൽ മഹാറ ജാമിയ, അവിടുത്തെ സൗദി വിശാറത്ത് സൂനുൽ ഇസ്ലാമിയ ഇന്ത്യയിൽ നടത്തി വരുന്ന ഖുർആൻ ഹിഫ്ള് മത്സരങ്ങൾക്ക് ജാമിയയാണ് ഏൽപ്പിച്ചതും അതിന് നേതൃത്വം നൽകിയതും. വേദി ഇവിടെയായിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആ വിവരം കൊടുത്തു. അവിടെ വേറെ സംഘടനാപരമായ വ്യത്യാസമൊന്നുമില്ലാതെ കുട്ടികൾ, ഹാഫിളീങ്ങൾ, ലോകോത്തര ഹാഫിളീങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ഹാഫിളീങ്ങളും ഹാഫിളാത്തുകളും അതിൽ പങ്കെടുത്തു. അത് വിജയകരമായി നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സൗദി പത്രങ്ങളൊക്കെ അത് വളരെ നല്ല നിലക്ക് ചെയ്തിരുന്നു. അവിടുത്തെ വിസാറത്ത് ഷുഊനിൽ ഇസ്ലാമിയയുടെ ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നല്ല ഒരു സന്തോഷം ഞങ്ങൾക്ക് അറിയിച്ചിരുന്നു ദീനീ സേവന രംഗത്ത്. അതോടൊപ്പം നമ്മുടെ സഫാറ മുഖേനയാണ് നടത്തിയത് എന്നതിനാൽ സഫാറയുമായി, അതായത് എംബസിയുമായി ജാമ്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ, അത് വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കളൊക്കെയാണ്, കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഓൾഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഖിരീജുകൾ, അവരുടെ ഒരു വലിയ സംഗമം ജാമിയ അതിന് വേദിയായി. ഇന്ത്യയിലെ മൊത്തം അവർ പഠിച്ചിറങ്ങിയ ഒരു 100-300 ആളുകൾ വന്നിരുന്നു. അതും സഫാറയുടെ കീഴിലാണ്, വിസാറത്തുൽ ഷുഊനുൽ ഇസ്ലാമിയയുടെ കീഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതും വളരെ ഭംഗിയായി ജാമിയ നിർവഹിച്ചു. ഞങ്ങളുടെ അധ്യാപകരും ജാമിയ ഗവേണിംഗ് ബോഡിയും ജമിയത്തുൽ ഹിക്മയും
ഇതിനെ സ്നേഹിക്കുന്ന ആളുകളുമാണ് അതിനൊക്കെ കൂടുതൽ അധ്വാനിച്ചത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കൊല്ലത്തിലൊരിക്കൽ ഒരാളെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് നമ്മളങ്ങനെ കമ്പൽ ചെയ്യുകയോ അവിടെ പോയി വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടല്ല. അവർ ഒന്നുമല്ല, സമ്മർദ്ദങ്ങളല്ല. അവർ ചോദിക്കും, ആരെങ്കിലും 1-2 ആളുകളുടെ പേര് നിങ്ങൾ അയച്ചു തരണം, പറ്റുമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ചേർക്കാം എന്ന്. അങ്ങനെ പേര് അയച്ചു കൊടുത്ത കൂട്ടത്തിൽ എൻ്റെ പേരുണ്ട് എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നമ്മുടെ ജമിയത്തുൽ-ഹിക്മ അയച്ചു കൊടുത്തു, നിങ്ങളുടെ പേരുണ്ട് എന്ന്. പിന്നീട് അത് എംബസിയിൽ ഈ വർഷം കഴിഞ്ഞ 1 മാസമായി എംബസിയിൽ അത് നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലുണ്ട്, കിട്ടുമെന്നറിയില്ല എന്ന് പറഞ്ഞു. അത് അറിയിപ്പ് കിട്ടി 2 ആഴ്ച മുമ്പ്. മാഷാ അല്ലാഹ്. അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം. യഥാർത്ഥത്തിൽ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ തികച്ചും അർഹതയുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളുടെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ദീർഘകാലമായി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് ഹജ്ജ് പഠന ക്ലാസ് എന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നുള്ളൊരു പേരുണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാ. അത്തരം ഈ ഒരു ട്രെയിനിങ് പരിശീലനങ്ങൾ ധാരാളമായി സംഘടിപ്പിച്ചു എന്നുള്ളതൊരു പക്ഷേ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ളൊരു കാരണമായിട്ടുണ്ടായിരിക്കാം. അതിനും അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ 1992 ഹജ്ജ് ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പിൽ. അത് ആദ്യത്തെ ഹജ്ജാണ്. ആദ്യത്തെ ഹജ്ജായിരുന്നു 92. അന്ന് പറഞ്ഞാൽ ഹജ്ജ് വളരെ ദുരിതമാണ്. മീന എന്നൊക്കെ പറഞ്ഞാൽ ഇന്നുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ദുരിതം പിടിച്ച ചെറിയ ടെൻറ്റുകൾ, കൂനിക്കൂടി കിടക്കുന്ന ടെൻറ്റുകൾ, വെള്ളമില്ല, ബാത്റൂമുകളില്ല, അങ്ങനെ ഒരു ദുരിതമാണ് ആ കാലഘട്ടം. ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നൊക്കെ സ്റ്റാർ ഫെസിലിറ്റികളാണ് ഹജ്ജിന് മിനയിൽ അറഫിലൊക്കെ. അപ്പോൾ ആ കാലത്ത് ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് ഇതിൽ അപേക്ഷിച്ച് എനിക്ക് കിട്ടി. എൻ്റെ ഉമ്മയും അല്ലാഹു റഹ്മഹ ഞാനും കൂടി ഹജ്ജിന് പോയി. അന്ന് എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞു. ഉമ്മ ഹറമുമായി ഇബാദത്തുമായിട്ട് നിന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ അറബി അറിയുന്ന ആളായതുകൊണ്ട് പണ്ഡിതന്മാരുമായിട്ടും ഹറമിൻ്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവിടെയുള്ള വിവിധ നാടുകളിൽ നിന്നുള്ള ഹജ്ജിന് ഗ്രൂപ്പായി വരുന്ന ആളുകൾ അന്നുണ്ട്. അതെ. അപ്പം അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് എനിക്കതിൽ ചില ധാരണകൾ കിട്ടി. ഇവിടെ വന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് KP മുഹമ്മദ് മൗലവി ഗുരുനാഥൻ റഹ്മത്തുള്ളാ. അദ്ദേഹത്തിനോട് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു. അതിൻ്റെ കൺവീനറായി എന്നെ നിശ്ചയിച്ചു. അങ്ങനെ ആദ്യത്തെ KNM-ൻ്റെ ഗ്രൂപ്പ് പോകുന്നത് 93-ലാണ്. ആ കൺവീനറായി നിശ്ചയിച്ചപ്പോൾ അതിനുവേണ്ടി ഞാൻ കൂടുതൽ പഠിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ എല്ലാ സർവശക്തിയും ഉപയോഗിച്ച്, അന്ന് ചെറുപ്പമായിരുന്നു, ഉപയോഗിച്ച് കൊണ്ടുപോയി. അൽഹംദുലില്ലാ, അത് ഒരു വലിയ അനുഭവമാണ്. ഇന്നും ആ 93-ൽ ഹജ്ജിന് പോയി വന്ന ആളുകൾ, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകൾ ഇന്നും ഞാനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവർ, വയോവൃദ്ധന്മാരായ ആളുകൾ പോലും ഇടയ്ക്ക് കാണണം, നിങ്ങളെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് പറയാറുണ്ട്. അപ്പം അന്ന് മുതൽ പിന്നീട് ഞാനതിൻ്റെ കൺവീനറായിരുന്നു. KNM കേരള ഹജ്ജ് ഉംറ സർവീസ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ തന്നെയാണ് പേരിട്ടത്. അതിൻ്റെ സ്ത്രീകൾക്ക് ധരിക്കുന്ന മക്കന, 2 വരെയുള്ളൊരു മക്കനയുടെ ആ കണ്ടുപിടിച്ചതും ഞാൻ തന്നെയാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഹറമിൽ നിന്ന് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നും തിരിച്ചറിയാവുന്ന ഒരു വില കുറഞ്ഞ ഒരു മക്കനയുടെ എംബ്ലമായിരുന്നു അത്, 2 വര. അപ്പോൾ അന്ന് മുതൽ 2007 വരെ ഞാനതിൻ്റെ കൺവീനറായിരുന്നു. എന്നാൽ ഞാൻ പോകാറില്ല. പലപ്പോഴും പോകാറുണ്ട്, പലരെയും പറഞ്ഞയക്കും, എന്നാലും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരു 15 കൊല്ലത്തെ സർവീസ് എനിക്കുണ്ട്. ആ സർവീസ് കൊണ്ടായിരിക്കണം കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഹജ്ജ് ക്ലാസ്സുകളിലും ഞാനായിരുന്നു പലപ്പോഴും. ഈ മലപ്പുറം ജില്ലകളിൽ ക്ലാസ് എടുത്തിരുന്നത് അന്ന് ഞാനായിരുന്നു. അന്ന് ഈ ഗ്രൂപ്പുകളൊന്നും ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഗ്രൂപ്പുകളില്ല. പിന്നെ ഹജ്ജിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇന്ന പാർട്ടിക്ക് അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാനാണെന്ന് ക്ലാസ് എടുക്കാൻ പോകില്ല. ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് വലിയ ഖാദി ശിഹാബുദ്ദീനും ബിച്ചിക്കോയ തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഹജ്ജ് ഗൈഡ് ഹാജിമാർക്ക് വിതരണം ചെയ്യാനുള്ള ഗൈഡ് എഴുതിയതും അത് എഴുതി കൊടുത്തത് ഞാനാണ്. അന്ന് ഞാൻ ഓർക്കുന്നത് TP അബ്ദുള്ള കോയ മദനി ഹജ്ജ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഇന്നത്തെ KNM
പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ കുറേ കാലം ആ ഹജ്ജ്, കാരണം അതിൽ ഹജ്ജിൻ്റെ അമലുകളേ ഉള്ളൂ, ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇതൊക്കെ. അങ്ങനെ ആ രംഗത്ത് അൽഹംദുലില്ലാ കുറേ പരിചയങ്ങളുണ്ടായി. പിന്നെ ക്ലാസ് പോകും. ഇപ്പോഴും ക്ലാസ് ആര് ക്ഷണിച്ചാലും ഹജ്ജിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പോകാറുണ്ട്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഈ ആദ്യത്തെ ഹജ്ജ് യഥാർത്ഥത്തിൽ എത്രാമത്തെ വയസ്സിലായിരുന്നു? 92 എന്നാണ് പറഞ്ഞത്. 92-ലാണ് ഞാൻ പോകുന്നത്. 92 എന്ന് പറഞ്ഞാൽ എൻ്റെ 40-ാമത്തെ വയസ്സിലാണ്, സർവീസിലുള്ള സമയത്താണ്. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് സംവിധാനങ്ങളൊന്നും അല്ല. ബോംബെയിലേക്ക് ട്രെയിനിന് പോകും. ബോംബെ മുസാഫർ ഖാനിൽ പോയിട്ട് 2 ദിവസം താമസിക്കണം. അവിടുന്നാണ് പോയത്. ഞാനും എൻ്റെ ഉമ്മയും കൂടിയാണ് പോയിരുന്നത്. ഒരു യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ? യാത്രയിൽ ധാരാളം ഓർമ്മകളുണ്ട്. ധാരാളം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദുരിതങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്, പ്രയാസങ്ങൾ. അത് ഇന്നത്തതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അന്ന് അതെങ്ങനെ സഹിച്ചു എന്നറിഞ്ഞുകൂടാ. പിന്നെ ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഓർമ്മകൾ, പണ്ഡിതന്മാരെയൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ അവിടെ ചെന്ന് പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കലും ബന്ധപ്പെടലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹജ്ജ് ട്രെയിനിങ് രംഗത്തേക്ക് കടന്നു വന്നിട്ടൊരു 15 കൊല്ലത്തെ സർവീസായി. 5 കൊല്ലം ഞാൻ 2007 വരെ ഞാൻ അതിൻ്റെ കൺവീനറായിരുന്നു. ആ നിലക്ക് അതാണ് സർവീസ്. അത് ശരി. ബാക്കിയുള്ള ഇപ്പം ഈ 2026 വരെ ഞാനൊരു 4-5 ഹജ്ജ് ക്ലാസ് എടുക്കാത്ത ഒരു വർഷവും ഉണ്ടാവാറില്ല. അതിൽ പിന്നെ MSSകാർ വിളിക്കാറുണ്ട്, MESൻ്റെ ആളുകൾ വിളിക്കാറുണ്ട്, അതൊന്നും അല്ലാത്ത ഗ്രൂപ്പുകൾ വിളിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സംഘടന KNM ആയിരുന്ന കാലത്ത് KNM എൻ്റെ ഇത് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് അവർ സംഘടിപ്പിക്കുന്നതിൽ എല്ലാവരും വരാറുണ്ട്. എനിക്കറിയാം, പണ്ട് കാലത്ത് എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ആളുകളുടെ മക്കളും ഒക്കെ ഇത് ഈ സംഘടനാപരമായിട്ടല്ല ഇപ്പോഴത്തെ ഹജ്ജ് ക്ലാസ്. ഞാൻ മനസ്സിലാക്കുന്നത് ഹജ്ജ് ക്ലാസ്സിൽ മാത്രമാണ് സംഘടനക്ക് അതീതമായി ആളുകൾ പങ്കെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിച്ചിരുന്നത് ജർവൽ എന്നുള്ള സ്ഥലത്തായിരുന്നു ആദ്യം 93 ചെന്നപ്പോൾ. അപ്പോൾ ജർവൽ എന്ന സ്ഥലത്ത് ആണ് പിന്നെ അമീൻ അബ്ദുറൌഫ് മെഹബൂബ് എന്ന ഒരു മുത്തവ്വിഫാണ്. 19-ാമത്തെ നമ്പർ ഞാൻ കോർക്കുകയാണ്. അയാൾ അസ്ലി ഹൈദരാബാദിയാണ്. ആ മുത്തവ്വിഫിൻ്റെ ഓഫീസ് ഇവിടെ ഈ ജർവലിലാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒഴിവുള്ള സമയത്ത് രാവിലെ സുബഹിസ്കരിച്ച് ഒരു തവാഫൊക്കെ കഴിഞ്ഞ് വന്നാൽ, അന്ന് ഇത്രയൊന്നും ആളുകളില്ല, ഒരു 15 ലക്ഷം ആളുകളൊക്കെയാണ് ശരാശരി പങ്കെടുക്കാറുള്ളത്. അപ്പോൾ സുബഹിസ്കരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മുത്തവ്വിഫിൻ്റെ ഓഫീസിൽ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ധാരാളം മലയാളികൾ, ഈ മലയാളികളൊക്കെ 19-ാം നമ്പർ മുത്തവ്വിഫ് അമീൻ അബ്ദുറൌഫ് മെഹബൂബിൻ്റെ കീഴിലാണ് വരാറുള്ളത്. അത് ശരി. കേരളത്തിൽ നിന്നൊക്കെ. അപ്പോൾ അവർക്ക് 100 കൂട്ടം ആവശ്യങ്ങളുണ്ടാവും. ഭാഷ അറിയില്ല. അവർ മിക്കവാറും ഉറുദുവോ അറബിയോ സംസാരിക്കുള്ളൂ. ഞാൻ അവിടെ അങ്ങനെ വന്നിരുന്ന് ആളുകൾക്ക് നിർദ്ദേശങ്ങളൊക്കെ, എനിക്ക് കഴിയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കും. അവർ പറയുന്ന പോലെ ആവശ്യങ്ങൾ. അപ്പോൾ അവരെന്നെ അവിടെ പിടിച്ചിരുത്തും, അവരെ കൗണ്ടറിൽ. കാവ്യമൊക്കെ തരും, ഈത്തപ്പഴവും കാവ്യം തരും. അങ്ങനെ ഒരു 11 മണി ഒക്കെ ആകുമ്പോൾ ഞാൻ പള്ളി നിസ്കരിക്കാൻ പോകും. ദൂർസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. അസറിന് പള്ളിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ രാത്രിയും കുറേ നേരം അവിടെ ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരുപാട് ഹാജിമാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭാഷ അറിയാത്ത വിഷയങ്ങളും അവർക്കിടയിൽ അവരനുഭവിക്കുന്ന, നാട്ടിൽ നിന്ന് കണ്ട് വന്നിട്ട് അവരനുഭവിക്കുന്ന ഇബാദത്തിൻ്റെ കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലും ഉണ്ടാകുന്ന പല എക്സ്പീരിയൻസുകളും എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. ഈ രംഗത്ത് പരിശീലനങ്ങൾ നടത്തുന്ന സമയത്ത്, ഇപ്പോൾ അവിടെ ഇതുപോലെ ആളുകളുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ, ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു തവണ അത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്നതാണ്. പിഴവുകളില്ലാതെ ഒരു ഹജ്ജ് നിർവഹിച്ച് ഒരു പിറന്നു വീണ കുഞ്ഞിനെ പോലെ ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനായി മാറുക എന്നതാണല്ലോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിന് വിഘാതമാകുന്ന പിഴവുകളായി പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ വരുന്ന സംശയങ്ങളിൽ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലതവണ ഹജ്ജിന് പോയ സമയത്ത് കണ്ട ആളുകൾ ആ പിഴവ് അവർക്ക് സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ 1/3 ആളുകൾ മനസ്സിലാവുള്ളൂ. അവരെന്തോ ഒരു ഭാവനാ ലോകത്താണ് ക്ലാസ്സിൽ വരുന്നത്. പ്രത്യേകിച്ചും
ആ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിന് വന്നിരുന്നത് എബോവ് 60 60 വയസ്സിൻ്റെ മേലുള്ളവരെ ഉണ്ടാവുള്ളൂ. ചെറുപ്പക്കാർ വളരെ അപൂർവമായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 93 മുതൽ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ചെറുപ്പക്കാരുടെ എണ്ണപ്പെട്ട ചെറുപ്പക്കാരാണുള്ളത്. അപ്പോഴും എനിക്കറിയാം അവർ. ഇത് എല്ലാ നാട്ടിലും അന്ന് അതായിരുന്നു അവസ്ഥ. മൊത്തം അങ്ങനെയാണ്. അത് ശരിയാണ്. അറബികളല്ലാത്ത ബാക്കിയുള്ള നാടുകളിൽ നിന്നൊക്കെ വയസ്സായിട്ട് അവസാന കാലത്ത് അവരല്ലേ. അപ്പം അന്ന് ഇവർക്കൊന്നും ഒരു ക്ലാസ് കേട്ട് പരിചയം. പിന്നെ ഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിവരിച്ചു കൊടുക്കുന്ന ഹറമല്ലല്ലോ, അവിടെ ചെന്ന് കാണുമ്പോൾ അവർക്ക് ഒരു വേറൊരു ലോകമാണ്. അതെ. അപ്പോൾ അവർക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല, അതാണ്, മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ഇബാദത്തിലെ പിഴവുകൾ, അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അതൊക്കെ കുറേയൊക്കെ തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാവും എന്നാണ്. പിന്നെ അവർക്ക് വഴി അറിയാതെ ആരോടും ചോദിക്കാനും അറിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളെ കഷ്ടപ്പെട്ട് വഴി അറിയാതെ കാണാതെ പോയതും അവരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നതും അവരെവിടേക്ക് പോയിന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, 4 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങളെന്താ ഇവിടെ വന്ന് ഇരിക്കണം, എന്താ നിങ്ങൾ റൂമിലേക്ക് വരാത്ത ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ഐക്കരപ്പടിക്കൊക്കെ ഇറങ്ങിയതാണ്. ഐക്കരപ്പടി നിങ്ങൾക്കറിയാം, നാടല്ലേ, ഐക്കരപ്പടിക്കൊക്കെ ഇറങ്ങിയതാണ്. അതായത് മാനോനില തെറ്റി. അതുപോലെ വലിയ എൻ്റെ ഒരു ഗുരുനാഥനായ പണ്ഡിതൻ അതിരാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ബസ്സിൽ വീട്ടിലൊന്ന് പോയി വരണം എന്ന് പറഞ്ഞാൽ അത്രയും വാർദ്ധക്യത്തിലെത്തിയതിൻ്റെ ശേഷമാണ് എന്നോട് വിളിച്ചു. അന്ന് ഉസ്മാൻ മദനി റഹ്മുല്ല, ഞങ്ങൾ രണ്ടാളെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉസ്മാൻ മദനിയും കൂട്ടിയപ്പോൾ എനിക്ക് നിങ്ങൾ ഫസ്റ്റ് ബസ്സിലൊന്ന് കയറ്റി വിട്ടായിരുന്നു, വീട്ടിലൊന്ന് പോയി പോരണം. ഇത് എവിടുന്ന് പറഞ്ഞാൽ മക്കത്തു നിന്നാണ്, ഷാമിയ എന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോഴാണ്. അത് മനോനില തെറ്റുന്നു, പല ആളുകൾക്കും ഡിസോർഡർ ആവുന്നു. അവർ നമ്മൾ ചികിത്സിക്കും, ആശുപത്രി കൊണ്ട് ചികിത്സിക്കും. പിന്നെ മനോനില തെറ്റല്ല, അവർക്ക് റേഞ്ച് പോവുകയാണ്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതറിയാതെ പോകുന്നു. ഇപ്പോൾ തവാഫൊക്കെ ചെയ്യിക്കുമ്പോൾ ഒരു 3 ചുറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാണൂല ആള്, ഈ മതി, ഭയങ്കര ക്ഷീണമാണ് അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നെ അവരെ പിടിച്ചു കൊണ്ടുവന്ന് ചെയ്യണം. അത്രയും ഒരു കഷ്ടപ്പാടായിരുന്നു അന്നത്തെ ഹജ്ജ് എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ അതൊന്നുമല്ല. ഇപ്പോഴൊക്കെ ജനങ്ങൾ, ഇപ്പോൾ നമ്മൾ IT സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് കുറേയും കൂടി ആളുകൾക്കൊരു കോമൺ സെൻസ് ഉണ്ട്. മാത്രമല്ല അന്ന് 90% എബോവ് 60 ആയിരുന്നു. ഇപ്പോൾ 10% അങ്ങനെ വയസ്സുള്ള പ്രായമുള്ള ആളുകൾ, ബാക്കിയുള്ളതൊക്കെ വളരെ യങ്ങാണ്. അതുകൊണ്ട് അവർക്ക് വേഗം നന്നായി മനസ്സിലാകും. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ വന്നപ്പോൾ ഇതുണ്ടായല്ലോ. എന്നിരുന്നാലും ഈ പരിശീലന സംവിധാനം നിലനിൽക്കണം എന്നുള്ളത് തന്നെ. പരിശീലന സംവിധാനം നിലനിൽക്കണം. ശരിക്കും നല്ലൊരു ധാരണ കൊടുത്താൽ പല ആളുകളും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ക്ലാസ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഉപയോഗിച്ചുള്ള ക്ലാസ് കേട്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ജാമിയ ലിന്ദിലൊരു പെൺകുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണ്, അവൾ പോയിട്ടുണ്ട്. അവൾ പറഞ്ഞു, സാർ ഉംറ ചെയ്യാൻ നമുക്ക് നിങ്ങളെ ക്ലാസ് കൊണ്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഈ ക്ലാസ്സിൽ അവിടെ ഇങ്ങനെ നമ്മൾ ഹറമിന്ന് റൂമിലേക്ക് നടന്നു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് പലരും ഓടി വരും, സ്ത്രീകളോ അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആണുങ്ങളോ, രണ്ടാളും കൂടി വരും, നിങ്ങളെ നല്ല മുഖപരിചയമുണ്ട്, നിങ്ങളെല്ലാം ക്ലാസ് എടുത്തിന്ന് വെച്ച്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതായത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ അന്ന് ദുരിതമാണെങ്കിലും ഇബാദത്ത് ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഇന്ന് 5 സ്റ്റാർ സൗകര്യങ്ങളാണ്, ഇബാദത്ത് കുറഞ്ഞു. ഒരു വായ തുറക്കാൻ പോലും സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി വായ തുറക്കാൻ നേരമില്ല, അപ്പോഴേക്ക് 100 കൂട്ടം പലഹാരങ്ങളും പിന്നെ കുറിക്കാനുള്ള കാര്യങ്ങളും ജ്യൂസുകളും വായിലെത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ സൗകര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് ജനങ്ങളൊരു ടൂർ രൂപത്തിലായി മാറി എന്നതാണ് നമുക്കൊരു അനുഭവം ഉള്ളത്. ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച് ഒരു അതിഥിയായി പോകുമ്പോൾ സാധാരണയായി നിർവഹിക്കപ്പെടുന്ന ഇത്തരം ദൗത്യങ്ങളും മറ്റൊക്കെ ഇതേ അളവിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പുതുതായി? ഇതിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഹജ്ജിന് പോകുമ്പോൾ പൊതുവേ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ധാരാളം മലയാളികളുമായി പരിചയപ്പെടും. വല്ലവർക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ, ചിലപ്പോൾ ചില ആളുകൾക്കൊരു സാധനം വാങ്ങാനേ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ അടുത്തുണ്ട്, എന്നാൽ ഞാൻ വാങ്ങിത്തരാം, നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കോളേ, പൈസ കൊടുത്താൽ അത് മതി കേട്ടില്ലേന്ന്. ചില ആളുകൾക്കൊരു വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് അവരെ കുടുംബങ്ങളുണ്ടാവും, ഇപ്പോൾ അസീസിയിലുണ്ടാവും, അതല്ലെങ്കിൽ സാഹിറിലുണ്ടാവും, അവിടേക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വഴി തെറ്റിപ്പോയ ആളുകളെ കൊണ്ടാക്കി കൊടുക്കൽ അതും വേറൊരു മാർഗ്ഗമാണ്. പിന്നെ ചിലതൊക്കെ നല്ല പറഞ്ഞു കൊടുക്കുക, ഹറമ് കാണിച്ചു കൊടുക്കാം, അത് വലിയൊരു ദൗത്യമാണ് അവിടെ.
ഹറമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇത് ഇന്നതാണ്, ഇന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പിന്നെ ഹറമിൻ്റെ ആ ചരിത്രം, മക്കയുടെ ചരിത്രം ഞാൻ കിതാബിൽ നിന്നും മലയാള പുസ്തകങ്ങളിൽ നിന്നും നന്നായി പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ഹറമിൻ്റെ ഓരോ ഏരിയകളുടെയും പൂർവ്വകാല ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന കാലം മുതലുള്ള ചരിത്രം, ആ ചരിത്ര സംവിധാനങ്ങളൊക്കെ ഞാൻ കൂടെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും. ഓരോ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന പിന്നീടുള്ള എക്സ്റ്റൻഷനുകൾ, അങ്ങനെ അവിടുത്തെ ഓരോ പോയിന്റുകളും അത് ഇപ്പോഴും എനിക്കറിയാം അവിടെ. അപ്പോൾ കുറച്ചൊരു പരിചയക്കുറവ് പുതിയ ഡെവലപ്മെൻ്റ് കൊണ്ടുണ്ട് എന്നേ ഉള്ളൂ. എന്നാലും ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു 3 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സേവനം ചെയ്യാൻ കഴിയുമായിരുന്നു പണ്ട് കാലത്ത്. ഞാനൊരു പിന്നെ ഖിദ്മത്ത് മൈതാനിയ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഹറമിൽ കുറേ നേരം ഇരിക്കും, മടുക്കുമ്പോൾ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഖിദ്മത്ത് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാം. അത് ഈ പ്രാവശ്യം പറ്റുമെന്ന് തോന്നുന്നില്ല. 14 ദിവസമാണ് ഉള്ളത്. പിന്നെ യാത്ര അടക്കം 14ആണോ? 14, 3-ാം തീയതി തിരിച്ചു വരണം. അപ്പോൾ 14 ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ തോന്നുന്നുണ്ട്. അതിൽ നമ്മളെ ഇബാദത്ത് ഏതെങ്കിലും നഷ്ടപ്പെടാൻ പറ്റൂല, അത് വേണം. പിന്നീട് ഇവരുടെ കെട്ടിടങ്ങളും നിയന്ത്രണമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങാനും പോകാനും കയറാനും അവരുടെ ബസ് വാഹനങ്ങൾ, അവരുടെ ടെൻറ്റുകൾ അറഫയിലും മിനയിലും, അപ്പോൾ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അവിടുത്തെ ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകരുമായിട്ടും മലയാളികൾ KMCC ആയിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട് അവിടുന്ന്. അതുപോലെ ജിദ്ദയിൽ നമ്മുടെ പ്രവർത്തകരുമായിട്ട് ഇടയ്ക്ക് പോയി ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. അതിനൊക്കെ കഴിയും എന്ന് ഞാൻ തോന്നുന്നില്ല പത്തൊരുതിയിൽ. കാരണം അവരുടെ ഒരു നിയന്ത്രണമാകുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ പാടില്ലല്ലോ. അതെ. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു അവസരം കിട്ടിയ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും? ഇപ്പോൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നോ ഒക്കെ ആയിട്ട് ആരെങ്കിലും? കേരളത്തിൽ നിന്ന് പുറത്തുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എംബസിയിലാണല്ലോ അവരുടെയൊക്കെ ലിസ്റ്റ്. കേരളത്തിലുള്ളത് കീഴ്ശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, മദീനത്തുൽ ഉലൂം അറബി കോളേജിലെ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം മലപ്പുറം ഗവൺമെൻറ് TTIയിൽ എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പം അദ്ദേഹം വലിയ പിന്നെ PhDകളുടെ മുഷരിഫായിട്ട് ഒരുപാട് ആളുകൾക്ക് PhDൻ്റെ മേൽനോട്ടക്കാരനായി. അദ്ദേഹം വലിയ ആളാണെങ്കിലും പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉസ്താദും ശിഷ്യനുമാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഷെയ്ഖ് മുഹമ്മദ് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്നായിട്ട് അറിയപ്പെട്ടത്. അറബി ഭാഷയായിട്ട് നല്ല ബന്ധമുണ്ട്. അതായിരിക്കും അയാളുടെ പ്രൊഫൈലുകളായിരിക്കും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങി ചെന്നിട്ടില്ല. എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നേ ഉള്ളൂ. എന്നാണ് യാത്ര ആരംഭിക്കുന്നത്? 16-ാം തീയതി ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകും. അതെ. 16-ാം തീയതി വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 17-ാം തീയതി രാവിലെ എംബസിയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. സൗദി എംബസിയിൽ, സഫറത്തുൽ ഹർമൈൻ. അവർ ആണ് അവിടുന്നാണ് അതിൻ്റെ. ഇപ്പോൾ വിസാറത്തുൽ ഖാരിജിയൻ്റെ വിസ എനിക്ക് ബൈ മെയിൽ കിട്ടി. അൽഹംദുലില്ലാ. എന്നാൽ ബാക്കിയുള്ള കടലാസുകളൊക്കെ അവിടെ നിന്നാണ് കിട്ടുക. അവിടെ ഹജ്ജിൻ്റെ കിട്ടുള്ളൂ. ഹജ്ജിൻ്റെ ടെൻറ്റുകളും ബാക്കിയുള്ള ഷെഡ്യൂളുകളൊക്കെ. അതെ. അപ്പോൾ അത് കളക്ട് ചെയ്യും. അവിടെ പോയി അവരുടെ ഒരു സ്വീകരണം ഒക്കെ ഉണ്ടാകും. ഉംറയ്ക്ക് ആവശ്യമായ പിന്നെ ഉംറ കിറ്റ്, തുണി, ചെരുപ്പ്, പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങളൊക്കെ അവർ തരുമെന്നാണ് പറയുന്നത്. മുൻകഴിഞ്ഞ പരിചയമുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്. അത് ശരി. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് പിറ്റേന്ന് 18-ാം തീയതി ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് പോകും. ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്യും. 3-ാം തീയതി രാവിലെ 10 മണിക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വരും എന്നാണ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലായത്. മാഷാ അല്ലാഹ്. ഈ ഒരു സാധാരണയിൽ നിന്ന് മാറിയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, അങ്ങനത്തെ ഏതെങ്കിലും കഴിഞ്ഞ തവണകളിൽ അവസരം കിട്ടാത്ത ഏതെങ്കിലും പുതിയ ഒരു ഇടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ അവിടുത്തെ ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകരുമായി കൂടിയിട്ട് പിന്നെ അയിമ്മത്തുകളൊന്നും പെട്ടെന്ന് കാണാൻ കഴിയില്ല ഹജ്ജ് സീസണിൽ. പിന്നെ യൂണിവേഴ്സിറ്റികളിൽ ഉമ്മുൽ ഖുറ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകാറുണ്ട്. എന്നാൽ അല്ലാതെയും പലപ്പോഴും പോയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുമ്പ് സൗദി ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് ബഹുമാന്യനായ ഷാക്കിർ, ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, ഹുസൈൻ സലഫി, ഞങ്ങൾ 3 പേരും അവിടെ സൗദി അറേബ്യയിൽ റിയാദിൽ ചെന്നിറങ്ങി സൗദി ഗസ്റ്റായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും, മിക്കവാറും പല യൂണിവേഴ്സിറ്റികളിലും, പിന്നെ
ഇമാമുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഹജ്ജ് കാലങ്ങളിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒന്ന് പോകും. ഹജ്ജിന് വന്നാന്നുള്ള ഒരു പരിഗണന അവരുണ്ടാവുള്ളൂ. എന്നാലും ഒക്കെ ഒന്ന് കണ്ടുപോരാനൊക്കെ മദീന യൂണിവേഴ്സിറ്റി പോകാറുണ്ടായിരുന്നു. മുജമാഉൽ മലിക് ഫഹദിൽ ഞാൻ ഖുർആനിൻ്റെ തർജുമ ചെയ്ത ആളാന്ന് പറയുമ്പോൾ അവരൊരു പ്രത്യേക പരിഗണന തരും. എത്ര ആൾ കൂടെ ഉണ്ട് എന്ന് ചോദിച്ച് അത്രയും ആൾക്ക് ഓരോരോ കോപ്പി, 300 ആൾ ഉണ്ടെങ്കിൽ 300 കോപ്പി അവർ വെട്ടിത്തരും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രാവശ്യം അതിനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മദീനത്തും മക്കത്തും ഒക്കെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളുമായി കൂടിയിരിക്കും. അവരുടെ സെൻറ്ററുകളിൽ, റൂമുകളിൽ, ഓഫീസുകളിൽ ചെന്ന് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെയ്യും കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കുള്ളൊരു പ്രതീക്ഷ, ഈ ഹജ്ജ് ക്യാമ്പിൽ പ്രധാനപ്പെട്ട മക്കയിലെ അയിമത്തുകളടക്കമുള്ള, ഇമാമുകളടക്കമുള്ള പ്രധാനികൾ ഈ ക്യാമ്പിലുണ്ടാവും. അതുപോലെ പണ്ഡിതന്മാരുണ്ടാവും. അതെ, ഈ അതിഥികൾ എന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടാവും. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള അതിഥികൾ, പണ്ഡിതന്മാരും ഉണ്ടാവും. അപ്പം അവരുമായി കഴിയുന്നത്ര ഒന്ന് ബന്ധപ്പെടാനും ഒരു സലാമാക്കാനെങ്കിലും വലിയ വലിയ ആളുകളൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജിൻ്റെ ഇപ്പോൾ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇവിടുന്ന് തക്കുവുണ്ടാക്കി അവിടെ പോയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ കുറേ സഹായികൾ ആവശ്യമായി വരാറുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ KMCC പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സംവിധാനമാണ്. അവരൊക്കെ വലിയ സേവനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നൽകാനുള്ളൊരു നിർദ്ദേശം, അവരുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ആളുകളാണെങ്കിലും KMCCയുടെ ആളുകളാണെങ്കിലും ഒക്കെ അവിടെ ചെയ്യുന്നത് വലിയ വലിയ സേവനമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ വർഷവും ഒക്കെ അവർക്ക് അങ്ങനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ലേ എന്നെനിക്കൊരു തോന്നല്. കാരണം ആളുകൾ വന്ന് കൂടി എണ്ണം കൂടുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു മുറുക്ക് കഞ്ഞിവെള്ളം KMCC കഞ്ഞിയൊക്കെ തന്നപ്പോൾ അവർക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകളുണ്ടായിരുന്നില്ല. കഞ്ഞി കിട്ടുക, കാരണം നമ്മൾ കുടിച്ച് ശീലിച്ച ഭക്ഷണം. അതുപോലെ ഭക്ഷണം കിട്ടാത്തപ്പോൾ ഭക്ഷണങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് തന്ന നമ്മുടെ ഈ ഇസ്ലാഹി സെൻറ്റർ, ജിദ്ദ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തകർ, അവരുടെ കാലഘട്ടത്തിലുള്ള പ്രവർത്തകർ, അവരൊക്കെ വളരെയധികം സേവനം ചെയ്യാറുണ്ട്. അതുപോലെ KMCCക്കാരും പിന്നെയുള്ള മറ്റു വളണ്ടിയേഴ്സും ധാരാളമായിട്ട് ഉണ്ട്. അന്ന് മക്കയിലും നമുക്ക് നല്ല ഒരു ടീം അൽഹംദുലില്ലാ അന്നുണ്ട്, ഇന്നുണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി മക്കയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കഅബയും അവിടുത്തെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഏറ്റവും അവസാനമായ യാത്രയിൽ കണ്ട ഇതൊന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് അതിനൊന്ന് വിവരിക്കാൻ പറ്റും? അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായി തോന്നിയാൽ ആദ്യമായി കഅബ കണ്ടപ്പോൾ എനിക്കുണ്ടായ, കാരണം ആദ്യമായിട്ട് ചെല്ലാണല്ലോ, അപ്പോൾ ഉണ്ടായ ആ ഒരു തഖ്വീം ബാക്കിയുള്ള കാര്യങ്ങളും അത്ര ഇപ്പം കിട്ടുന്നില്ല എന്നൊരു തോന്നില്ല. എന്താന്ന് പറഞ്ഞാൽ തിരക്കും ബഹളവും, കാരണം അത്രയും ആള് ആയിപ്പോയല്ലോ. അതെ അതെ. അപ്പോൾ എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സ് അള്ളാഹു മനസ്സിലേക്കാണല്ലോ നോക്കല്ലേ. അതായത് സ്വസ്ഥമായി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തവാഫ് കഴിഞ്ഞാൽ ആ മത്താഫിൽ തന്നെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനിരിക്കും. അത് ഇപ്പോൾ പിന്നെ ഉച്ചയാണെങ്കിലും നമ്മളൊക്കെ അങ്ങനെ വെയിൽ അനുഭവപ്പെടാറില്ല, അടിയിൽ നല്ല തണുപ്പായിരിക്കണം മാറുമ്പോൾ. അപ്പോൾ അവിടെ ഒരു അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ അസർ നിസ്കരിക്കും. എന്നിട്ട് അവിടെ ഖുർആൻ ഓതി കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഅബ അങ്ങനെ നോക്കി നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് ആണ് പോകും, നമ്മുടെ ഒരു ആത്മീയ ലോകത്തേക്ക് പോകും. പിന്നെ മഗ്രിബ് നിസ്കരിക്കും. മഗ്രിബിൻ്റെ ശേഷം ഇശാ വരെ അവിടെ ഇരിക്കും, ഇശാ നമസ്കരിക്കും. എന്നിട്ട് പിന്നെ വീണ്ടും കുറേ നേരം ഇരിക്കും. അങ്ങനെ റൂമിലേക്ക് അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന ഭക്ഷണമൊക്കെ മെസ്സ് അടക്കുമ്പോഴേക്ക് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് എത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് അത്രയും ഇബാദത്ത് ചെയ്യാനും അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ആത്മീയതയിലേക്ക് മടങ്ങാനൊക്കെ പറ്റുന്നു. ഇന്ന് അതൊന്നും പറ്റൂല. തവാഫ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സമയം ഒന്നും കിട്ടൂല, ഒന്നും സ്ഥലവും കിട്ടൂല, ഒന്നും പറ്റൂല. ഒക്കെ അവിടുന്ന് പോകേണ്ട ഒരവസ്ഥ. അപ്പോൾ അതാണ് ഉള്ളത്. അതുപോലെ അറഫയിലും മിനായിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇബാദത്തായിരുന്നു. ദുരിതം കൂടുമ്പോൾ നമ്മൾ പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കും. അതേ അവസരത്തിൽ സന്തോഷം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഇതാണല്ലോ. സാധാരണ നമ്മുടെ അറഫ പ്രഭാഷണം ഇവിടുന്ന് അതിൻ്റെ ഒരു അതേ സമയത്ത് അതിൻ്റെ ഒരു ലൈവിൽ അതിൻ്റെ ഒരു മലയാള പരിഭാഷ കൊടുക്കാറുള്ളത്
കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഞാനാ ചെയ്യാറുള്ളത്. ഈ വർഷം അവിടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പറ്റൂല, അത് സാധ്യമല്ല. അതേ അവസരത്തിലോ കഴിഞ്ഞ ഒരു 19 മറ്റോ ഞാൻ പോയെന്ന് അർഫ പ്രഭാഷണം റേഡിയോ സംവിധാനിച്ച് ഞാൻ കേൾക്കുകയും എൻ്റെ പിന്നെ ടെൻറ്റിലുള്ള ആളുകൾക്ക് ഞാനത് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മലയാളികൾ ആ ടെൻറ്റിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു 300-400 ആളുകൾ അത് ശ്രവിക്കാൻ വേണ്ടി മൈക്കുണ്ടായിരുന്നു, ശ്രവിക്കാൻ വേണ്ടി വന്നു. അവിടെ തന്നെ ഞാൻ സ്പോട്ടിൽ നിന്ന് റേഡിയോയിൽ കേട്ടു, അത് എഴുതിയെടുത്തു, അത് അപ്പം തന്നെ ലൈവായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോൾ അത് പറ്റൂല. അപ്പൊ ഇവരുടെ ടെൻറ്റിലായതുകൊണ്ട് ആയാതി സാഹചര്യങ്ങളിൽ അതല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയത് അറഫ കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാൻ പറ്റുന്ന ഗൂഗിൾ മുഖേനയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് പറ്റും തോന്നുന്നില്ല. ഞാനത് റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി റേഡിയോൻ്റെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരെങ്കിലും ചെയ്യാം. ഹജ്ജ് എന്നുള്ളത് ഓരോരുത്തരുടെയും വല്ലാത്തൊരു അങ്ങേയറ്റത്തൊരാഗ്രഹമാണ്. ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവിടെ എത്തണം എന്നുള്ളത് വല്ലാത്തൊരു കൊതിയാണ്. അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന, അതിനുവേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അശ്രദ്ധയിൽ അതിപ്പോഴൊന്നും ആവേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ച് ആകാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളോടൊക്കെ എന്താണ് ഒരു നിർദ്ദേശമായി സൂചിപ്പിക്കുന്നത്? ഒന്നാമത് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ, ഇപ്പം എനിക്കറിയുന്ന ഒരാൾ UAE 27 വർഷത്തോളം അയാൾ ഹോട്ടൽ നടത്തിയിരുന്നു. UAE താരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ താരിഫ് വഴിയാണ് UAE ഹാജിമാർ മക്കയിലേക്ക് ബൈ ബസ്സിന് പോകൽ, കരമാർഗം. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ ഹോട്ടലിൽ പിന്നെ ഇറങ്ങി വിശ്രമിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ യാത്ര അയക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, മലയാളി, ഗുരുവായൂരുള്ള ആളാണ്. അദ്ദേഹം ആ 27 വർഷം ഹജ്ജിന് പോയില്ല. കാരണം അയാൾക്ക് തോന്നിയില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളി കേട്ടില്ല. പിന്നെ അദ്ദേഹം നാട്ടിൽ റിട്ടേൺ അടിച്ച് വന്നിട്ട് എൻ്റെ കൂടെ ഹജ്ജിന് വന്നു. അത് അയാൾക്ക് ഭയങ്കരമായ ഒരു അനുഭവമായി. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഉംറക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ദരിദ്രനായിട്ടാണ് ചെറുപ്പത്തിൽ വളർന്നത്. പക്ഷെ അന്ന് ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഒരു റീല് JDT ഇസ്ലാമിൽ ഉണ്ടായിരുന്നു, വലിയൊരു റീൽ. ആ റീല് കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറിയുടെ ഒരു വാർഷികത്തിൽ ആ റീല് പ്രദർശിപ്പിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഹജ്ജിൻ്റെ വീഡിയോ. ശരി. അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇസ്ലാമിക് ലൈബ്രറിൻ്റെ വാർഷികത്തിലാണ് അത്. എനിക്ക് തോന്നുന്നത് 81 മറ്റായിട്ടാണ് അത് പ്രദർശിപ്പിച്ചപ്പോൾ ഹാജിമാർ കപ്പലിലാണെന്ന് പോണ്ട്, അന്ന് വിമാനത്തിലല്ല. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങുന്നതും അവർ മക്കത്തും പോകുന്നതും തവാഫ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. നമ്മുടെ ഒരു മനസ്സ്, പഠിച്ചോനെ എനിക്കൊന്നും അവിടെ എത്താൻ കഴിയില്ല എന്ന്. അന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരിക്കണം എനിക്ക് ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടിയത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം ശരിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആരും കാര്യമില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും ഹജ്ജ് ചെയ്യാൻ പറ്റും. കാരണം അള്ളാൻ്റെ വീട്ടിലേക്ക് പഠിച്ചവനെ എനിക്കെൻ്റെ വീട്ടിലൊന്ന് വരണം, നിൻ്റെ വീട്ടിലൊന്ന് വരണം എന്ന് പഠിച്ചവനോട് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്നൊരു സത്യവിശ്വാസിയോട് അള്ള പറയില്ല. അതെ. അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പറ്റും. അതാണ്. പിന്നെ ഉള്ളത്, എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുന്ന അതേ അവസരത്തിൽ ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാവുന്ന കടക്കാവുന്ന ഒരു ഭവനം കഅബയാണ്. അതെ. ഇവിടെ ഈ കഅബയിൽ കടന്ന് ഹജ്ജ് നിർവഹിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെത്താം, അവൻ്റെ ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ ഹജ്ജ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യും കാലും എത്ര ശുദ്ധമാണോ ആ ശുദ്ധി ശിഷ്ടകാല ജീവിതത്തിൽ പാലിച്ച് ഇനി പരലോകത്തുള്ള കഅബ എന്ന് പറഞ്ഞാൽ പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ ഭവനം സ്വർഗം, അവിടെ കാല് കുത്തുന്നത് വരെ ജീവിതം ശ്രദ്ധിക്കണം. അതെ. അത് എല്ലാ ഹാജിമാരും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഹജ്ജ് കൊണ്ട് ഒരുപാട് മാനസികമായും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. പക്ഷെ നമുക്കൊക്കെ മാറിയെന്ന് നമുക്കറിയില്ല. പക്ഷെ മാറുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഗുണപാഠം ഹജ്ജിൽ നിന്ന് കിട്ടും. ഒരു മാറ്റം സൃഷ്ടിക്കാൻ യഥാർത്ഥ ജീവിതത്തിലൊരു മാറ്റമുണ്ട്. അത് മാറിയ ഒരുപാട് ആളുകളെ
എനിക്കറിയുകയും ചെയ്യാം. ഭയങ്കരമായ ജീവിതത്തിൽ മാറിയ ഒരാളാണ്. ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട് ഇത്തരം ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിലും. ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യം സൃഷ്ടിക്കാനൊക്കെ ഇന്നത്തെ ഈ ഒരു സംസാരം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഏതായാലും യാത്രയും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമെല്ലാം കൃത്യമായി മക്ബൂലും മബ്റൂറുമായ രൂപത്തിൽ നിർവഹിക്കാൻ, ആരോഗ്യത്തോടു കൂടെ എല്ലാം ചെയ്യാൻ, സാധാരണ ചെയ്തു വന്നിരുന്നതിനേക്കാൾ അപ്പുറത്ത് പുതിയ ചില സാധ്യതകളൊക്കെ അവിടെ ചെയ്യാനൊക്കെ ഉള്ളൊരു തൗഫീക്ക് ബഹുമാന്യനായ ഉസ്താദിന് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് തിരിച്ചു വന്നതിന് ശേഷം ഇതുപോലെ ഹജ്ജിൻ്റെ ഈ വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ, ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് ഇരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഈ ഘട്ടത്തിൽ ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു സമയം നമുക്ക് അനുവദിച്ചു തന്നതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊക്കെ ഞാനും പ്രാർത്ഥിക്കും. മാഷാ അല്ലാഹ്. ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ താല്പര്യം അറിയിച്ച ഒരു സന്തോഷം കൂടെ ഉണ്ട്. അള്ളാഹു ഈ ഹജ്ജിൻ്റെ വേളയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു ആളുകളുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സംസാരം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.